2020 ശേഷം നോക്കുകയാണെങ്കിൽ എല്ലാ വർഷവും തുടർച്ചയായിട്ട് സിനിമകളുള്ള ഒരു സംവിധായകനാണല്ലോ ജിത്തു ജോസഫ്. ഈ 2024 വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ജിത്തുവിന്റെ ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് നുണക്കുഴി. ബേസിൽ ജോസഫ് നായകനെ എത്തിയ വലിയൊരു താരനിര മലയാളത്തിൽ നിന്നും ഭാഗമായ ഈ കോമഡി എന്റർടൈനർ സിനിമയുടെ ആദ്യ ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ എസ്റ്റിമേറ്റ് കണക്കുകൾ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യ ദിവസം തന്നെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേരിടുത്ത സിനിമയ്ക്ക് 93 ലക്ഷത്തിന് മുകളിലെ കേരള ട്രാക്കിംഗ് ഗ്രോസ് ഇപ്പോഴത്തെ അല്പസമയം മുന്നേ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 1 കോടി രൂപയ്ക്ക് മുകളിൽ കേരള ട്രാക്കിംഗ് കൊണ്ട് തന്നെ കളക്ഷൻ എത്തപ്പെടുമെന്ന് ഉറപ്പാക്കപ്പെട്ട സിനിമ 1.5 കോടിയല്ല 2 കോടിയെല്ലാം തന്നെ ഗ്രോസ് കളക്ഷൻ ആദ്യ ദിവസം ടച്ച് ചെയ്യുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ വളരെ മികച്ചൊരു തുടക്കം നുണക്കുഴി നേടിയെടുത്തിരിക്കുകയാണ്. സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും 2.5-3 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നു. വലിയ ബഡ്ജറ്റ് ഇല്ലാത്ത 5 കോടിയിൽ പരം മാത്രം ബഡ്ജറ്റ് ഉണ്ട് എന്ന് കരുതപ്പെടുന്ന നുണക്കുഴി എന്ന സിനിമ തിയേറ്ററുകളിലെ ബോക്സ് ഓഫീസിൽ വിജയിക്കുമെന്ന് ആദ്യ ദിവസത്തെ പ്രതികരണങ്ങൾ കൊണ്ട് തന്നെ വ്യക്തമാണ്. സിനിമയുടെ വിജയത്തോടു കൂടി ബേസിൽ സമീപകാലത്ത് അഭിനയിച്ച സിനിമകളെല്ലാം തന്നെ വരിയായിട്ട് തിയേറ്ററുകളിൽ വിജയിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ നുണക്കുഴി എന്ന സിനിമയുടെ നാളെ വരാനിരിക്കുന്ന കൃത്യമായ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.